തൂലിക ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് സാം മാത്യു. സ്വവർഗ വിവാഹത്തിനെതിരെയുള്ള നിലനിൽപ്പിൽ നിന്നും സഭ ഒട്ടും പിന്നോക്കം പോകരുതെന്ന് റിക് വാറൻ. ശിക്ഷ പട്ടികയിലുള്ള പാകിസ്ഥാനി ക്രിസ്ത്യ യുവതി അസിയ ബീബി രാജ്യത്തെ പരമോന്നത കോടതിയിൽ നിവേദനം സമർപ്പിച്ചു. ക്രൈസ്തവ സഭകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സംഘപരിവാറിന്റെ പുതിയ അമേരിക്ക ഈ വാരം താങ്ക്സ് ഗിവിംഗ് ആഘോഷിച്ചു. മുൻസിഫ് കോടതിയിലെ വിധി പുനഃപരിശോധനയ്ക്ക് അപ്പീൽ നൽകില്ലെന്ന് പാസ്റ്റർ കെ.സി. ജോൺ. വാർത്തകൾ വിശദമായി. സ്വവർഗ വിവാഹത്തിനെതിരെയുള്ള നിലനിൽപ്പിൽ നിന്നും സഭ ഒട്ടും പിന്നോക്കം പോകരുതെന്ന് കാലിഫോർണിയയിലെ സാഡിൽ ബാക്ക് ചർച്ച് പാസ്റ്ററും പർപ്പസ് ഡ്രിവൻ ലൈഫ് എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരനുമായ റിക് വാറൻ അഭിപ്രായപ്പെട്ടു. വിവാഹം എന്ന ദൈവസ്ഥാപിത നിയമം ഒരു ആണും പെണ്ണും തമ്മിലായിരിക്കണമെന്നും തിരുവചനം അനുശാസിക്കുന്ന വിധം വിശുദ്ധ വിവാഹത്തെ മാന്യതയോടെ കാണണമെന്നും ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ സീരിയലുകളുടെയും ഹീനമായി ചിത്രീകരിക്കപ്പെടുന്ന വിവാഹം പലപ്പോഴും തെറ്റായ ചിന്താഗതിയാണ് സമൂഹത്തിന് നൽകുന്നതെന്നും വത്തിക്കാനിൽ കൂടിയ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു. പരമ്പരാഗതമായ വിവാഹത്തെ നിഷേധിക്കുന്ന ഈ തലമുറയിൽ സഭ ഭയം പൂണ്ട് നിശബ്ദരായിരിക്കരുതെന്നും പാസ്റ്റർ വാറൻ കൂട്ടിച്ചേർത്തു. മതനിന്ദ കുറ്റം ചുമത്തി നവംബർ 2010 മുതൽ വധശിക്ഷ പട്ടികയിലുള്ള പാകിസ്ഥാനി ക്രിസ്തീയ യുവതി അസിയ ബീബി രാജ്യത്തെ പരമോന്നത കോടതിയിൽ നിവേദനം സമർപ്പിച്ചു. ലാഹോറിലെ ഉച്ച ന്യായാലയം വധശിക്ഷ നടപ്പാക്കുന്ന ശിക്ഷ കഴിഞ്ഞ മാസം ശരിവച്ചതിനാലാണ് പുനഃപരിശോധനാ പ്രതീക്ഷയുമായി അസിയ ബീബി സുപ്രീം കോടതിയെ സമീപിച്ചത്. തന്റെ കക്ഷിയുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം തികച്ചും കെട്ടിച്ചമച്ച കഥകളുടെ അടിസ്ഥാനത്തിലാണെന്നും അപ്പീലിന് ഉടനടി ഒരു അനുകൂല മറുപടി ലഭിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെന്നും ബീബിയുടെ അഭിഭാഷകൻ സൈഫുൽ മലൂക്ക് അഭിപ്രായപ്പെട്ടു. താൻ ജോലി ചെയ്യുന്ന ഫീൽഡിൽ തന്റെ സഹപ്രവർത്തകരായിരുന്ന മുസ്ലിം വനിതകൾക്ക് ക്രിസ്ത്യാനിയായ അസിയ വെള്ളം കോരിക്കൊണ്ടുവന്ന് കൊടുക്കണമെന്ന വാഗ്വാദമാണ് അസിയ ബീബിയുടെ പേരുള്ള കുറ്റം. ആ വാഗ്വാദം ഒടുവിൽ ആ പ്രവിശ്യയിലെ ഇമാമിന്റെ മുൻപിൽ മതനിന്ദയായി ചിത്രീകരിക്കുകയും പിന്നീട് ഇക്കാരണത്തിൽ വധശിക്ഷയ്ക്ക് വിധി വരത്തക്ക വിധം ഇടയായതും. കോടതി വിധി പ്രകാരം ജനറൽ സെക്രട്ടറി സ്ഥാനം സ്റ്റേ ചെയ്യപ്പെട്ട പാസ്റ്റർ കെ.സി. ജോൺ വിധി പ്രസ്താവന വന്ന ശേഷമുള്ള ആദ്യ പത്രസമ്മേളനം നവംബർ 27 നടത്തി. മുൻസിഫ് കോടതിയിലെ വിധി പുനഃപരിശോധനയ്ക്ക് അപ്പീൽ നൽകില്ലെന്ന് പ്രാർത്ഥനയാൽ തീരുമാനമെടുത്തതായും പാസ്റ്റർ കെ.സി. ജോൺ അറിയിച്ചു. വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് IPC പ്രവർത്തിച്ചില്ലെങ്കിൽ ആസന്ന ഭാവിയിൽ IPCയുടെ ഭരണം റിസീവർ ഭരണത്തിലേക്ക് മാറ്റപ്പെടുവാനുള്ള നീക്കങ്ങൾ ആണ് അണിയറയിൽ നടക്കുന്നതെന്ന് ഇദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തനിക്ക് എതിരെ വാദിഭാഗം ഉന്നയിച്ച വ്യക്തിയെ നേരിൽ അറിയുക കൂടിയില്ലെന്ന് പാസ്റ്റർ കെ.സി. ജോൺ അറിയിച്ചു. ഈ പത്രസമ്മേളനത്തിൽ നിന്നും ചില ദൃശ്യങ്ങൾ. എത്രയോ കൗൺസിലുകളിൽ നമ്മുടെ എല്ലാ തീരുമാനമെടുത്തേക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പത്രങ്ങളുണ്ട്. പത്രം ജനാധിപത്യത്തിന്റെ 4ാം പില്ലറാണ്. അപ്പോൾ ജനാധിപത്യം എന്ന നിലയിൽ സഭ ശക്തമായി പോകാൻ തക്കോളം നമുക്ക് നന്നായി സംസാരിക്കാൻ കഴിയുന്ന കൗൺസിൽ അംഗങ്ങളുണ്ട്, അഭിപ്രായം പറയുന്നവരുണ്ട്, അതുപോലെ പത്രങ്ങളോട് വിമർശിക്കുന്ന പത്രങ്ങളുണ്ട്. അധികാരികൾ തെറ്റ് ചെയ്തിരിക്കാം, അവർ ചിലപ്പോൾ അവരുടെ ബുദ്ധി ഉറപ്പ് തെറ്റ് ചെയ്തിരിക്കാം, അറിവില്ലായ്മ കൊണ്ട് ചെയ്തിരിക്കാം, അല്ലെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് ചെയ്തിരിക്കാം. പക്ഷേ സഭ കറക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കാം ഓരോ കാലം. മനുഷ്യർ എഴുതുന്ന എന്നെ പുറത്താക്കിയിട്ടില്ല. ഞാൻ പറയാം, മനുഷ്യർ നൽകുന്ന പുറത്താക്കിയിട്ടില്ല, ഒരു പാസ്റ്റർ നൽകുന്ന പുറത്താക്കിയിട്ടില്ല, ഒരു പ്രസംഗം എന്നത് പുറത്താക്കിയിട്ടില്ല. ആകെ ഒറ്റ പുറത്താക്കലെ നടന്ന പ്രസംഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ റിസ്ട്രെയിനിങ് ഓർഡർ ഉണ്ടായി. അതിന്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, സ്റ്റേറ്റിലെ കൗൺസിലർമായില്ല. അല്ല വേറെ ഒരു കാരണം വാദിയും പറഞ്ഞിട്ടില്ല, കോടതി പറഞ്ഞിട്ടില്ല. സാറിന്റെ കുറ്റം കൊണ്ടല്ല ഇതിന് പേര് വന്നു. അപ്പൊ തന്നെ ഭരണഘടനയ്ക്ക് കുറ്റമുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്ന് പറയാം, ഭരണഘടനയ്ക്ക് കുറ്റമായിട്ടില്ലല്ലോ. IPC എന്ന സൊസൈറ്റി പരമാധികാരി എന്ന് പറയുന്നത് ഭരണഘടനയാണ്. IPC എന്ന സൊസൈറ്റിയിൽ പരമാധികാരി ജനകൂടിയാണെന്നാണ് ഞാൻ ധരിച്ചത്. ജനകൂടിയല്ല. എന്നാൽ ഭരണഘടനയെ തിരുത്താൻ
ഡിഫൻസ് ഈ 6 ഡിഫൻസിൽ ബാക്കി 5 ഡിഫൻസ് അവർ അപ്പീലിൽ പോകാൻ തയ്യാറാവുകയും ഈ കേസ് അങ്ങേക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാവുകയും ചെയ്താൽ അങ്ങ് വീണ്ടും ഈ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നു. ആദ്യത്തെ കേസ് ഇല്ല, വ്യക്തിപരമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടായിട്ടില്ല. അദ്ദേഹം എന്റെ ശത്രുവല്ല, അദ്ദേഹത്തിന്റെ മിത്രവുമല്ല. പക്ഷേ ശത്രു എന്ന് പറയുമ്പോൾ അവരെ കുറിച്ച് അറിയില്ല. അമേരിക്കയിൽ പ്രവാസി മലയാളികൾ ചേക്കേറാൻ ആഗ്രഹിക്കുന്ന ഡാളസ് പട്ടണത്തിൽ നവംബർ-ഡിസംബർ മാസങ്ങളിൽ ക്രൈസ്തവ സംഗീതത്തിന്റെ പെരുമഴ പെയ്തിറങ്ങുന്നു. നവംബർ 22-ാം തീയതി മെട്രോ ചർച്ച് ഓഫ് ഗാഡിൽ വെച്ച് സുപ്രസിദ്ധ ഗായകനായ വിൽസൺ ജോർജും ടീമും ഒരുക്കിയ സംഗീത വിരുന്നോടെയാണ് ഇങ്ങനെ ഒരു സംഗീത ചാകരയ്ക്ക് തുടക്കം കുറിച്ചത്. നവംബർ 23 ഞായറാഴ്ച വൈകിട്ട് 6:30 ഡാളസിലുള്ള മൗണ്ട് സീനായ് ചർച്ച് ഓഫ് ഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തീയ സംഗീത സായനം നടന്നു. സഭാ മന്ദിരത്തിൽ വെച്ച് നടന്ന സംഗീത വിരുന്നിൽ അനുഗ്രഹീത ഗായകരായ നൈനൻ കോടിയാട്ട്, എബ്രഹാം ജോൺസൺ, സിസ്റ്റർ ഷൂജ ഡേവിഡ്, സിസ്റ്റർ സോമി സാംസൺ എന്നിവർ ഭാവതരളവും സമകാലികവും ശാസ്ത്രീയ ശ്രുതിലയവും ആയ ഗാനങ്ങൾ ആലപിച്ചു. മലയാളം, ഹിന്ദി, തമിഴ് എന്നീ വിവിധ ഭാഷകളിലും സംഗീത ആലാപനമുണ്ടായിരുന്നു. സംഗീത സായനത്തിന് റവറൻഡ് മാത്യു തോമസ്, സെക്രട്ടറി വിജു തോമസ് എന്നിവർ നേതൃത്വം നൽകി. ഡിസംബർ 6-ാം തീയതി അഗപ്പെ ചർച്ച് ഒരുക്കുന്ന ആരാധനാ നിശയിൽ വിൽസൺ ജോർജും ഷീല ജോർജിനുമൊപ്പം ഷെറിൻ ജോർജും സംഗീതാലാപനം നടത്തും. ഡാളസിലെ ക്രൈസ്തവ സംഗീത ഗ്രൂപ്പായ ഡാളസ് സെലിബ്രൻസിന്റെ നേതൃത്വത്തിൽ അന്തരിച്ച യുവ ഗായകൻ ചിക്കു കുര്യാക്കോസിന്റെ അനുസ്മരണാർത്ഥം ഡിസംബർ 7-ന് 6:30 ഷാരോൺ ഫെലോഷിപ്പ് സഭാമന്ദിരത്തിൽ വെച്ച് പ്രത്യേക സംഗീത നിശ തയ്യാറാക്കിയിട്ടുണ്ട്. ഡാളസിലെ വിവിധ ഗായകർ ഈ ഗാനസദ്യയിൽ പങ്കെടുക്കും. ഡിസംബർ 14-ാം തീയതി ദിവ്യധാര മിനിസ്ട്രീസിന്റെ ആഭിമുഖ്യത്തിൽ കാൽവറി പെന്തക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് സംഗീത നിശ സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സംഗീത ലോകത്തെ സുപരിചിതയായ സിസ്റ്റർ നിർമ്മല പീറ്ററാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. പെന്തക്കോസ് യുവജന സംഘടന കേരള സംസ്ഥാനത്തിന്റെയും ഹൈറേഞ്ച് മേഖലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 2014 നവംബർ 29 ശനിയാഴ്ച 12 മണിക്കൂർ ഉപവാസ പ്രാർത്ഥന നടന്നു. കട്ടപ്പന ലയൺസ് ഹാളിൽ വെച്ച് PYPA സംസ്ഥാന പ്രസിഡന്റ് സുവിശേഷൻ വിൽസൺ സാമുവൽ ഉദ്ഘാടനം ചെയ്ത പ്രാർത്ഥനയിൽ കൃപാവരപ്രാപ്തരായ കർത്തൃദാസന്മാർ ദൈവവചനം ശുശ്രൂഷിച്ചു. IPCL ജനറൽ പ്രസിഡന്റ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച് വെസ്റ്റ് ബംഗാളിൽ സ്ഥലം വാങ്ങിയതിന്റെ പ്രചാരം കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നു. സ്വന്തം പേരിലും ട്രസ്റ്റ് രൂപീകരിച്ചും വിവിധ സുവിശേഷ വേലക്കാരുടെ വാർത്തകൾ പുറത്തുവരുന്ന ഈ അവസ്ഥയിൽ ഇതിന്റെ നിജസ്ഥിതി അറിയുവാൻ തൂരിക TV IPC NRIയുടെ ജോയിന്റ് സെക്രട്ടറിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. പ്രിയ ഷിബു തോമസ്, പാസ്റ്റർ ജേക്കബ് ജോൺ IPC ജനറൽ പ്രസിഡന്റ് വെസ്റ്റ് ബംഗാളിൽ സ്ഥലം വാങ്ങിയതായും അദ്ദേഹത്തിന്റെ പേരിലാണ് സ്ഥലം വാങ്ങിയതെന്നും മറ്റുള്ള ശ്രുതികൾ അല്ലെങ്കിൽ ആലിഗേഷൻസ് ഈ അടുത്തിടങ്ങളിൽ കേട്ടുവരുന്നുണ്ട്. പാസ്റ്റർ ജേക്കബ് ജോണുമായിട്ട് കൂടുതൽ പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഈ വിഷയത്തെപ്പറ്റി താങ്കൾക്ക് ഉള്ള അറിവ് എന്താണ്? Jacob John today morning, and he was telling me that there was an article in the newspaper. I don't know exactly which newspaper, maybe Prabodhanam. In that, they have made an allegation that Jacob John, the president of IPC General Executive Council, has purchased some land in West Bengal, to be precise in Jaigaon, and he bought it for 2 crores of rupees, and he has a petrol pump and stuff like that. September 23rd to 23rd, that week, I was there for a week in West Bengal, to be precise in Sukrajot, Bada Mechi, Busti, Jaigaon. The district is Alipurduar district. I was there actually. Jacob John's daughter is married there, and she is married to Bobby. And Pastor Bobby and his parents had been living there for almost 30 years in that village in Jaigaon. And they run an orphanage there with more than 50 odd children.
And Jacob John hardly visits that place, and maybe after 5-8 years he came for the convention when we were there together. I went together, in fact, with Pastor Jacob John, and Pastor Casey John and Pastor Sam George also were there in the convention. So what I want to clarify is that he has bought a 21 cent. They have Brother Bobby, in fact, Brother Pastor Alex Vertical from Oklahoma is the mission in charge there, and he is the one who runs the mission there. And basically Bobby is supporting Alex in the mission. So to run an orphanage there, Brother Alex Vertical bought a land, it is 21 cent for around 4.5 lakhs, and the land cannot be registered in anybody's name in that particular area. So it was written in the name of Brother Bobby Matthew, Pastor Bobby Matthew. And Jacob John has nothing to do with it, and he has visited that area maybe after 5 years, and the daughter was telling that I had been here for so long and he never comes and meets us because he's so crazy to serve the Lord and the mission that he hardly he's interested in his family or his children or anything of that sort. ബ്രദർ ഷിബു തോമസിന് പാസ്റ്റർ ജേക്കബ് ജോണുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ പറ്റി ഏത് ബന്ധമാണുള്ളതെന്നോ അദ്ദേഹവുമായിട്ടുള്ള ആ ഇടപെടലിനെ പറ്റി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? As I had been closely watching this man of God, Pastor Jacob John, especially he was with me for almost a month, 20 days in Dallas, where I took him to many places for collection of IPC to purchase that land in Kumbanad, and I had seen at many places people gave him money, but he always insisted on saying, please pay the money, please give it to Kumbanad, I don't want the money. And people say, no, it's for you, but still he gets the receipt made in Kumbanad's name. That had been the spirit, and that man has never got carried away with money or anything of that sort. His only desire is to make Kumbanad, IPC Kumbanad self-sufficient, so that some money can be generated from mission work, and that is the truth. It is 21 cent of land they purchased. Brother Pastor Alex Vertical from Oklahoma bought it, 4.5 lakh. It was definitely written in the name of Bobby Matthew, but Jacob John has nothing to do with it, and the land is not registered, and it's just written, and the whole in charge of that place is Pastor Alex Vertical, and he'll be the best person to comment on that. But as far as I had been there and I watched there, I lived there for almost a week, and we are going to work with them in the future also in Bhutan and areas like that. So as far as the money part is concerned, I am 100% vouch that man has great integrity, and his only interest is to make IPC self-sufficient as far as mission and fund is concerned. That is what I want to say. Thank you, Brother Shibu Thomas. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നോർത്ത് അമേരിക്കൻ ഈസ്റ്റേൺ റീജിയൻ PYPയുടെ വാർഷിക സമ്മേളനം നവംബർ 23-ന് ഷാലേം പെന്തക്കോസ്റ്റൽ ടാബർനാക്കിൾ വെച്ച് നടന്നു. പ്രസ്തുത സമ്മേളനത്തിൽ 2015-2017 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ബ്രദർ സാമുവൽ തോമസ്, റോബിൻ വർഗീസ് വൈസ് പ്രസിഡന്റ്, കോശി സിജി ജോയിന്റ് സെക്രട്ടറി, സ്റ്റാൻലി സാമുവൽ ജോയിന്റ് സെക്രട്ടറി, എബ്രഹാം മോനിസ് ജോർജ് ട്രഷറർ, സിസ്റ്റർ ഐറിസ് ജേക്കബ് VBS കോർഡിനേറ്റർ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. IPC ജനറൽ കൗൺസിൽ അംഗം ബ്രദർ ജോർജ് സാമുവൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഈസ്റ്റേൺ റീജിയൻ സെക്രട്ടറി പാസ്റ്റർ ജോസഫ് വില്യംസ് തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾക്കായി നേതൃത്വം നൽകി. പെരുമ്പട്ടി വായ്പമേപ്പുറത്ത് പാസ്റ്റർ TC ജോർജ് നിര്യാതനായി. അദ്ദേഹത്തിന് 84 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഉണരുക സഭയെ, ലക്ഷ്യമതാണ് എന്നീ പ്രശസ്ത ഗാനങ്ങളുടെ രചയിതാവും ആഞ്ഞിലിത്താനം പച്ചക്കുളത്ത് കുടുംബാംഗമായ ചോച്ചാമയാണ് സഹധർമ്മിണി. IPC നേതൃത്വത്തിനെതിരെയുള്ള കേസ് ചൂടുപിടിക്കുമ്പോൾ തന്നെ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് നേതൃത്വത്തിനെതിരെ കോട്ടയം മുനിസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സ്റ്റേറ്റ് ഓവർസിയർ, സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ 18 പേരാണ് പ്രതിപക്ഷത്ത് ഉള്ളത്. മെയ് 16, 2014 സ്റ്റേറ്റ് ഓവർസിയർ കോടതിയിൽ നൽകിയ വ്യാജ സത്യവാങ്മൂലം റദ്ദാക്കി ഓവർസിയറെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും
ദൈവസഭ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും സൊസൈറ്റി നിയമങ്ങളും ലംഘിച്ച ഓവർസിയറെ തൽസ്ഥാനത്ത് തുടരുവാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ സി ജോൺ ജേക്കബ്, ഫിലിപ്പ് ജേക്കബ് എന്നിവർ ഹർജി നൽകിയിരിക്കുന്നത്. മലയാളി ക്രൈസ്തവ കൈരളിക്ക് എന്നെന്നും ഓർക്കുവാൻ ഒരു പിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച പ്രത്യാശ തിരമണിഞ്ഞ അനുഗ്രഹീത ഗായകനായിരുന്ന JV പീറ്ററിന്റെ സഹധർമ്മിണി 10 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ മണ്ണിൽ നടത്തുന്ന സംഗീത പരിപാടികളുടെ ഭാഗമായി PCI ഹ്യൂസ്റ്റൺ ചാപ്റ്റർ ഹ്യൂസ്റ്റണിൽ വെച്ച് സംഗീത നിശ നടത്തുന്നു. ഈ സമ്മേളനം IPC ഹെബ്രോൺ ഹാളിൽ വെച്ച് നടക്കും. നിൻ സ്നേഹം പാടുവാൻ എന്ന ഈ സംഗീത വിരുന്നിന് വെസ്ലി വർഗീസ്, ജോസഫ് കുര്യൻ, ജോഷൻ ഡാനിയൽ എന്നിവർ നേതൃത്വം നൽകുന്നു. ഹ്യൂസ്റ്റണിലെ മറ്റ് സംഗീതജ്ഞരും ഒന്നിച്ച് അണിനിരക്കുന്ന ഈ സംഗീത പരിപാടിക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. അമേരിക്കയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സംഗീത വിരുന്നൊരുക്കുന്ന നിർമ്മല പീറ്റർ സംഘവും ഡിസംബർ 6-ന് അരിസോണയിൽ ഇന്റർനാഷണൽ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പാസ്റ്റർ റോയ് ചെറിയാനാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അമേരിക്ക ഈ വാരം താങ്ക്സ് ഗിവിംഗ് ആഘോഷിച്ചു. ഈ ദിനം ഒരു പൊതു അവധി ദിവസമാണ്. എല്ലാ വർഷവും നവംബർ മാസത്തെ 4-ാം വ്യാഴാഴ്ചയാണ് ഇത് കൊണ്ടാടുന്നത്. ഈ വർഷം ഇത് നവംബർ 27-ാം തീയതി ആയിരുന്നു. ഒരു വർഷക്കാലം മുഴുവൻ തങ്ങളെ നടത്തിയ ദൈവത്തിന് നന്ദി സൂചകമായി ഈ ആചാരം നടക്കുന്നുവെങ്കിലും പലപ്പോഴായി ഇതിന്റെ ആരംഭകാല ഉദ്ദേശത്തിൽ നിന്നും വ്യതിചലിച്ച് ഈ ആചാരം ഇപ്പോൾ വാണിജ്യ മനോഭാവത്തിൽ മുങ്ങിപ്പോയോ എന്ന് സന്ദേഹിക്കുന്നു. ഈ ആചാരത്തിന്റെ ആരംഭകാല ചരിത്രത്തിലേക്ക് തൂലിക TV നടത്തുന്ന ഒരു തിരിഞ്ഞുനോട്ടം. അമേരിക്കയുടെ ചരിത്രത്തിൽ കാലക്രമേണ ആലേഖനം ചെയ്യപ്പെട്ട ഒരു ആഘോഷമാണ് താങ്ക്സ് ഗിവിംഗ് ദിനം. മരം കോച്ചുന്ന തണുപ്പും മഞ്ഞണിഞ്ഞ പ്രകൃതിയുടെ മനോഹാരിത ഒരിടത്തും കർഷകരുടെ വിളവെടുപ്പ് സമയവും ഒത്തുചേർന്നപ്പോഴാണ് തലമുറകളായി ആചരിക്കപ്പെടുന്ന ഈ പ്രത്യേക ദിനത്തിൻ്റെ ചരിത്രം ചുരുളഴിഞ്ഞത്. ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചാൽ 17-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ നവോത്ഥാനവും അതുവഴി ക്രൈസ്തവർ അനുഭവിച്ച പീഡയും ഇതിന് വഴിതെളിച്ചു. തങ്ങളുടെ പാരമ്പര്യ സഭയുടെ ആചാരങ്ങൾ പിന്തുടരുവാൻ മനസ്സിലായിരുന്ന ഒരു കൂട്ടം പിൽഗ്രിംസ് മത സ്വാതന്ത്ര്യത്തിനായി ഇംഗ്ലണ്ടിൽ നിന്നും നെതർലൻഡ്സിനെ ലക്ഷ്യമാക്കി കപ്പൽ മാർഗം യാത്ര തിരിച്ചു. 12 വർഷം ഹോളണ്ടിൽ കഷ്ടതയുടെ കൈപ്പുനീര് കുടിച്ച ഇവർ തങ്ങളുടേതായ ഒരു പുത്തൻ ദേശം എന്ന ഹൃദയ അഭിലാഷത്തോടെ മറ്റൊരു യാത്രയ്ക്ക് പദ്ധതിയിട്ടു. സെപ്റ്റംബർ 1620 102 പേരടങ്ങിയ തീർത്ഥാടക സംഘം മെയ്ഫ്ലവർ എന്ന കപ്പലിൽ ആ വാഗ്ദത്ത ദേശത്തെ നോക്കി യാത്ര തിരിച്ചു. 65 ദിവസത്തെ ദുരിതപൂർണമായ കപ്പൽ യാത്ര, കാറ്റും കോളും അവരെ ശാരീരികമായും നാളെക്കുറിച്ചുള്ള ചിന്താഭാരം മാനസികമായും അവരെ ദുർബലമാക്കിയപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ അസ്തമിച്ചു. മോശമായ കാലാവസ്ഥയും കടുത്ത ശൈത്യവും മുന്നോട്ടുള്ള ഗമനത്തെ വിഷാദസാന്ദ്രവും പ്രയാസമുള്ളതും ആക്കി. തങ്ങളുടെ സഹയാത്രികരിൽ ഒരാൾ മരണപ്പെട്ടു. എന്നിരുന്നാലും നിശ്ചയദാർഢ്യത്തോടെയുള്ള യാത്രയ്ക്ക് അവസാനം സാഫല്യം കണ്ടു. ഡിസംബർ 11, 1620 തീർത്ഥാടക സംഘം പ്ലിമത്ത് റോക്കിൽ നങ്കൂരം ഉറപ്പിച്ചു. ഇതിന് കാരണം നല്ല ഒരു തുറമുഖം എന്നതിലുപരി തങ്ങളുടെ വിശപ്പടക്കുവാൻ പറ്റിയ ഒരു മത്സ്യബന്ധന പ്രദേശവുമായിരുന്നു പ്ലിമത്ത്. ഇവിടുത്തെ അനുഭവങ്ങളും ഇക്കൂട്ടർക്ക് അനുകൂലമല്ലായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും യാത്ര തിരിച്ച പലരും രോഗാതുരരായി മരണപ്പെട്ടു. ദേശവാസികളായ അമേരിക്കൻ ഇന്ത്യൻസിനെ ഇവർ ഭയന്നു. എന്നാൽ ഇവർക്ക് അതിശയം കൂറുമാറ് സോമസെറ്റ് എന്ന തദ്ദേശീയൻ തൻ്റേതായ മുറി ഇംഗ്ലീഷിൽ ഇവരെ സ്വാഗതം ചെയ്തു. ഇംഗ്ലീഷ് ഭാഷയിൽ തന്നേക്കാൾ അല്പം കൂടെ പ്രാവീണ്യം സിദ്ധിച്ച സ്ക്വാൻറ്റോ എന്ന വ്യക്തിയെ ഇവർക്ക് പരിചയപ്പെടുത്തി. തദ്ദേശീയരായ ഇന്ത്യൻ വർഗത്തിൻ്റെ കൃഷി രീതികളും ധാന്യ വിപണിയുടെ രഹസ്യങ്ങളും ഇവർ പെട്ടെന്ന് പകർത്തിയെടുത്തു. തൽഫലമായി സന്തോഷത്തിൻ്റെ ദിനങ്ങൾ ആഗതമായി. തങ്ങളെ രക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുവാൻ തീർത്ഥാടക സംഘത്തലവൻ ഒരു ദിനം നിശ്ചയിച്ചു. ഇന്ത്യക്കാരായ ആളുകളെയും സ്ക്വാൻറ്റോയെയും ഈ ആഘോഷത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു. ഇവരുടെ ഈ ആഘോഷം 3 ദിവസം നീണ്ടുനിന്നു. എന്നാൽ ഈ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. കടുത്ത വരൾച്ചയും നാശനഷ്ടങ്ങളും ഉണ്ടായി. എന്നാൽ അവർ തങ്ങളുടെ ദൈവത്തോട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ആ ദൈവത്തിന് നന്ദി പറയുന്നുള്ള ദിവസമായി താങ്ക്സ് ഗിവിംഗ് ഡേ വേർതിരിച്ചു.
ഇത് പലപ്പോഴായി ആഘോഷിക്കുമായിരുന്നുവെങ്കിലും അന്തർദേശീയ ശ്രദ്ധ ആകർഷിച്ചത് ജോർജ് വാഷിങ്ടൻ്റെയും ഏബ്രഹാം ലിങ്കൻ്റെയും ഭരണകാലത്താണ്. ലിങ്കൻ്റെ കാലത്താണ് ഇത് ദേശീയ വാർഷിക ആഘോഷമായി മാറ്റിയത്. അമേരിക്കയുടെ വീഥിയിൽ ഏറ്റവും തിരക്കേറിയ യാത്രാ ദിനങ്ങളാണ് ഈ അവധി ദിവസങ്ങൾ. ഇത് പൊതു അവധി ആയതിനാൽ എല്ലാ കലാലയങ്ങൾക്കും പബ്ലിക് ഓഫീസസിനും അവധി ദിനങ്ങളാണ്. അമേരിക്കയിൽ ഇപ്പോൾ ജാതി മതഭേദമന്യേ വളരെ ആർഭാടകരമായാണ് താങ്ക്സ് ഗിവിംഗ് ഡേ ആചരിക്കുന്നത്. എല്ലാ കുടുംബങ്ങളും ബന്ധുക്കളും ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നു. പ്രാർത്ഥനാ നിർഭരവും ഭക്തിസാന്ദ്രവുമായ അന്തരീക്ഷം പലയിടങ്ങളിലും കാണാം. വിഭവസമൃദ്ധമായ ഭക്ഷണം ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. എങ്കിലും നന്ദി നിറഞ്ഞ മനസ്സോടെ നമുക്കും പങ്കുചേരാം. ദൈവം തന്ന നന്മകളെ മറക്കാതിരിക്കാം. തൂലിക ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും അഭ്യുദയകാംക്ഷികൾക്കും ഞങ്ങളുടെ താങ്ക്സ് ഗിവിംഗ് ദിന ആശംസകൾ. IPC ജോയിന്റ് സെക്രട്ടറിയായ പാസ്റ്റർ സാം ജോർജിനെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായി അംഗീകരിച്ചു. IPC ജനറൽ സെക്രട്ടറി സ്ഥാനം പാസ്റ്റർ KC ജോൺ വഹിക്കുന്നതിനെതിരെയുള്ള കേസിൽ കോടതി നൽകിയ സ്റ്റേ മൂലമുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ അടിയന്തര ജനറൽ കൗൺസിൽ മീറ്റിംഗ് കുമ്പനാട് കൂടിയാണ് തീരുമാനമെടുത്തത്. പാസ്റ്റർ KC ജോണിന് ആവശ്യമായ പിന്തുണ നൽകുവാനും കൗൺസിൽ തീരുമാനിച്ചു. പാസ്റ്റർ സാം ജോർജ് കർണാടക മിഷൻ ഡയറക്ടറും കർണാടക മുൻ സ്റ്റേറ്റ് പ്രസിഡന്റ്, മിഡ് വെസ്റ്റ് റീജിയൻ ജോയിന്റ് സെക്രട്ടറി, പത്തനാപുരം സെൻട്രൽ ശുശ്രൂഷകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സഭകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സംഘപരിവാർ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭീഷണി തുടരുന്നു. സ്കൂൾ ബസ്സുകൾ മതപരിപാടികൾക്കായി ഉപയോഗിക്കുന്നതിനെതിരെ രംഗത്ത് വന്ന VHP ക്രിസ്തുമസിന് സാന്റാക്ലോസ് കുട്ടികൾക്ക് ചോക്ലേറ്റ് നൽകരുതെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. മിഷണറി സ്കൂളുകളിൽ ഹിന്ദു ദേവതയായ സരസ്വതിയുടെ വിഗ്രഹം സ്ഥാപിക്കണമെന്നും വിദ്യാർത്ഥികൾ വൈദികനായ സ്കൂൾ പ്രിൻസിപ്പലിനെ ഫാദർ എന്ന് അഭിസംബോധന ചെയ്തതിനെയും VHP എതിർത്തു. ക്രൈസ്തവർ അല്ലാത്ത കുട്ടികൾ പ്രിൻസിപ്പലിനെ പ്രചാര്യ എന്നോ ഉപ്രചാരി എന്നോ സർ എന്നോ സംബോധന ചെയ്യാൻ അനുവദിക്കണമെന്നുള്ള ഈ ആവശ്യങ്ങൾ കത്തോലിക്കൻ സ്കൂൾ മാനേജ്മെന്റ് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ മറ്റ് ആവശ്യങ്ങൾ അനുവദിക്കാനാകില്ലെന്നും ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യത്തിന് എതിരാണ് VHPയുടെ ഇത്തരം ആവശ്യങ്ങളെന്നും സഭാ മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടി. അതേസമയം VHP ഹിന്ദുത്വ കൽപ്പനകൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് പല കോണുകളിൽ നിന്നും ആരോപണമുയർന്നു. ഹിന്ദു സമുദായത്തിന് പുറത്തുള്ള മിഷണറിമാർ ബസ്സർ മേഖലയിൽ പ്രവേശിക്കുന്നത് സംഘപരിവാർ ഇടപെട്ട് വിലക്കിയിരുന്നു. ഡൽഹി സ്റ്റേറ്റ് PYPയുടെ ആഭിമുഖ്യത്തിൽ അനോഖ്യ പ്യാർ എന്ന മ്യൂസിക് നൈറ്റ് ഡിസംബർ 7 ദ്വാരക സെക്ടർ 19 സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടക്കുന്നതാണ്. ഡൽഹിയിലെ പ്രമുഖർ പങ്കെടുക്കുന്ന സംഗീത ആരാധനയിൽ പാസ്റ്റർ ജോൺ വർഗീസ് മുഖ്യപ്രസംഗകനായിരിക്കും. പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിരിക്കുകയാണെന്ന് സംഘാടകർ അറിയിച്ചു. ദി പെന്തക്കോസ്റ്റ് മിഷൻ എറണാകുളം സെൻട്രൽ കൺവെൻഷൻ നവംബർ 27 മുതൽ 30 വരെ എരമല്ലൂർ NH47 സമീപമുള്ള TPM കൺവെൻഷൻ ഗ്രൗണ്ടിൽ നടക്കും. ദിവസവും രാവിലെ 7 വേദപഠനം, പൊതുയോഗം, കാത്തിരിപ്പ് യോഗം എന്നിവയും ശനിയാഴ്ച യുവജന സമ്മേളനവും ഉണ്ടായിരിക്കും. സഭയുടെ പ്രധാന ശുശ്രൂഷകർ ദൈവവചനം ശുശ്രൂഷിക്കും. ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും അനേകർ പങ്കെടുക്കും. ഞായറാഴ്ച രാവിലെ എറണാകുളം പ്രാദേശിക സഭകളുടെ സംയുക്ത സഭായോഗത്തോടെ കൺവെൻഷൻ സമാപിക്കും. ഇന്ത്യ പെന്തക്കോസ്റ്റ് ഗുഡാവല്ലി വിജയവാഡ 74ാമത് വാർഷിക കൺവെൻഷൻ ഫെബ്രുവരി 2 മുതൽ 6 വരെ നടക്കുന്നതാണ്. പാസ്റ്റർമാരായ ഡോക്ടർ വത്സൻ എബ്രഹാം, ഡോക്ടർ സാമുവൽ മത്തായി, ഡോക്ടർ ജെയിംസ് ചാക്കോ, ചണ്ഡീഗഡ്, ജോൺ സുന്ദർ റാവു എന്നിവർ മുഖ്യപ്രസംഗകരായിരിക്കും. അവൻ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും എന്നതാണ് ചിന്താവിഷയം. ഹ്യൂസ്റ്റൺ IPC സഭകളുടെ ഏകോപന സമിതിയായ IPC ഫെലോഷിപ്പിന്റെ വാർഷിക കൺവെൻഷനും സംയുക്ത ആരാധനയും ലിവിംഗ് വാട്ടർ ചർച്ചിൽ വെച്ച് നവംബർ 21, 22, 23 തീയതികളിൽ നടന്നു. ഫെലോഷിപ്പ് പ്രസിഡന്റ് പാസ്റ്റർ ഷാജി ഡാനിയൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ ക്രിസ് ജാക്സൺ ആയിരുന്നു ഈ വർഷത്തെ അതിഥി പ്രസംഗകൻ. പാസ്റ്റർ ഷാജി ഡാനിയൽ, പാസ്റ്റർ റോയ്മോൻ ഘോഷി, ബ്രദർ KC ജേക്കബ്, ബ്രദർ AB മാത്യു എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. വെൺമണി തെങ്ങിൽ പരേതനായ KV വർക്കിയുടെയും സൂസമ വർക്കിയുടെയും ഇളയ മകനായിരുന്ന സിജു വർക്കി പെട്ടെന്നുണ്ടായ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് നവംബർ 20 തീയതി ലണ്ടനിലെ ക്യൂൻസ് ഹോസ്പിറ്റൽ വെച്ച് നിത്യതയിൽ പ്രവേശിച്ചു. UK പ്രയർ ഗാർഡൻ വിശ്വാസിയായിരുന്ന ഇദ്ദേഹത്തിന് 32 വയസ്സായിരുന്നു. നവംബർ 27 UKയിലെ പെന്തക്കോസ്റ്റ് സഭകളും മലയാളി സമൂഹവും അന്തിമയാത്ര അയപ്പ് നൽകി. പ്രയർ ഗാർഡൻ സീനിയർ പാസ്റ്റർ ജെയിംസ് കോശി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി.
സംസ്കാരം പിന്നീട് കേരളത്തിൽ പള്ളിപ്പാട് ചർച്ച് ഓഫ് ഗോഡ് സെമിത്തേരിയിൽ നടത്തപ്പെടും. കഴിഞ്ഞ 4 വർഷമായി ലണ്ടനിൽ സജീവ സഭാവിശ്വാസിയായിരുന്ന സിജുവിന്റെ വിയോഗം വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തി. സിജുവിന്റെ ഭാര്യ ഷിജി അഞ്ചൽ സ്വദേശിയാണ്. നാട്ടിൽ നടക്കുന്ന സംസ്കാര ശുശ്രൂഷകൾ തൂലിക ടിവിയിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. സ്വന്തം രക്തബന്ധത്തിൽ ഉണ്ടായ വേർപാട് പോലെയാണ് പ്രയർ ഗാർഡന്റെ സഭ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആയിരിക്കുന്നത്. ഈ UK-യിലുള്ള എല്ലാ ദൈവമക്കളുടെ വലിയൊരു പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ വലിയ സപ്പോർട്ടായിരുന്നു. അനേകർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കടന്നു വന്ന് അല്ലെങ്കിൽ ഫോൺ വിളിച്ച് മെസ്സേജിൽ കൂടെയൊക്കെ ഈ കുടുംബത്തെ ഓർത്തും ഈ സഭയെ ഓർത്തും പ്രാർത്ഥിക്കുകയുണ്ടായി. സത്യത്തിൽ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് സിജുവിൻ്റെ വേർപാട്. സിജു ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ ഉടമയായിരുന്നു. ഞങ്ങളുടെ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന ബാസലൻ ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജോഷുവ ഉണ്ണുണ്ണി ആ കുടുംബത്തിൽ ഉണ്ടായ വലിയൊരു പ്രയാസം സഭയായി ഞങ്ങൾ ഏറ്റെടുത്ത് ആ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. സഭയുടെ പേരിലുള്ള എല്ലാ അനുശോചനവും പ്രത്യാശ വാക്കുകളും ഈ സഭ ഞാൻ അറിയിക്കുന്നു. കൂടാതെ തൂലിക ഇൻ്റർനാഷണലിൻ്റെ പേരിലുള്ള എല്ലാ അനുശോചനവും പ്രത്യാശയും പ്രാർത്ഥനാ സപ്പോർട്ടും ഈ സഭയും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ ഹെബ്രോൺ ഡാളസിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 5-6 തീയതികളിൽ യൂത്ത് കൺവെൻഷൻ നടക്കുന്നതാണ്. പാസ്റ്റർ റെജി എബ്രഹാം ന്യൂയോർക്ക് ആയിരിക്കും മുഖ്യപ്രഭാഷകൻ. അനിൽ തോമസിന്റെ നേതൃത്വത്തിൽ പ്രൈസ് ആൻഡ് വർഷിപ്പും നടക്കും. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ 3ാമത് കേരള സ്റ്റേറ്റ് കൺവെൻഷൻ ഡിസംബർ 3 മുതൽ 7 വരെ നിലമ്പൂർ പാലുണ്ട ന്യൂ ഹോപ്പ് ബൈബിൾ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നതാണ്. സംസ്ഥാന പ്രസിഡന്റ് പാസ്റ്റർ KC തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റർമാരായ KC ജോൺ, സാം ജോർജ്, രാജു പൂവക്കാല, ഫിലിപ്പ് P തോമസ്, ഷിബു നെടുവേലിൽ, ബാബു ചെറിയാൻ, സണ്ണി കുര്യൻ, രാജു മേത്ര, KJ തോമസ് എന്നിവർ മുഖ്യപ്രസംഗകരായിരിക്കും. ഡിസംബർ 3 രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ ശുശ്രൂഷക സമ്മേളനവും നടക്കും. 7-ാം തീയതിയിലെ സംയുക്ത ആരാധനയോടും തിരുവത്താഴ ശുശ്രൂഷയോടും കൂടി സമ്മേളനം പര്യവസാനിക്കും. കൺവെൻഷൻ തൂലിക ടിവിയിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ്. മാനാശ്ശേരി അസംബ്ലീസ് ഓഫ് ഗോഡ് പാസ്റ്റർ AC ജോസഫ് തന്റെ ഇഹലോക ജീവിത ശുശ്രൂഷ തികച്ച് നവംബർ 19 കർത്തൃസന്നിധിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന് 91 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു മരണം വരെയും കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായിരിക്കണമെന്ന്. അതിൻ പ്രകാരം മരിക്കുന്നതിന് 3 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ആരാധനയിൽ താൻ ശുശ്രൂഷിച്ചിരുന്നു. സംസ്കാര ശുശ്രൂഷ നവംബർ 22 രാവിലെ 10 മണിക്ക് ഫോർട്ട് കൊച്ചി സെന്റ് ആൻഡ്രൂ CSI പാരിഷ് ഹാളിൽ നടന്നു. എൻ്റെ പിതാവിനെ സംബന്ധിച്ച് ഈ യഹൂദ പഴമൊഴി അന്വർത്ഥമാക്കി എന്നുള്ളത് അഭിമാനത്തോടെ കുടുംബത്തിലെ ഏറ്റവും ചെറിയവനായ ഞാൻ നിങ്ങളുടെ മധ്യേ പ്രസ്താവിക്കുന്നു. ഒരുപാട് ഓർമ്മകൾ എൻ്റെ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കുണ്ട്. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദിനത്തിലുള്ള എൻ്റെ പിതാവിൻ്റെ സന്തോഷം, പരിമിതമായ സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ വലിയ കോളാമ്പിയൊക്കെ വെച്ച് കെട്ടി ഉച്ചയ്ക്ക് ശേഷം റെക്കോർഡൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ആവോളം ശബ്ദത്തിൽ അറിയിച്ചു, എൻ്റെ മകൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു, ബൈബിൾ സ്കൂളിലേക്ക് പോകുകയാണ്. പിന്നീടുള്ള ഓരോ ദിനങ്ങളിലും ഈ മരണം വരെയുള്ള ദിവസങ്ങളിലും ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിലുള്ള ഒരു പ്രത്യേക പരിഗണന എനിക്ക് എൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മലയാളി പെന്തക്കോസ്ത് UK-യുടെ 12ാമത് വാർഷിക കൺവെൻഷൻ ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിൽ വെച്ച് 2015 ഏപ്രിൽ 3, 4, 5 തീയതികളിൽ നടക്കുന്നതാണ്. സമ്മേളനത്തിന്റെ ഇതുവരെയുള്ള നടത്തിപ്പിനെ കുറിച്ച് MPA മീഡിയ കോർഡിനേറ്റർ റോയ്സ് ചാക്കോ നൽകുന്ന റിപ്പോർട്ട്. മലയാളി പെന്തക്കോസ്ത് അസോസിയേഷന്റെ 12ാമത് ദേശീയ സമ്മേളനം സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ കഴിഞ്ഞ 11 വർഷമായി നടന്നുവരുന്ന UK, അയർലൻഡ് രാജ്യങ്ങളിലുള്ള മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ആത്മീക ഐക്യ കൂട്ടായ്മയായ MPA കോൺഫറൻസിന്റെ 12ാമത് സമ്മേളനം സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ പട്ടണത്തിലുള്ള
സെയിന്റ് ആൻഡ്രൂസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് 2015 ഏപ്രിൽ മാസം 3, 4, 5 തീയതികളിൽ നടത്തപ്പെടുന്നു. സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗകരായ പാസ്റ്റർ PC ചെറിയാൻ ഇന്ത്യ, പാസ്റ്റർ സാക് ചെറിയാൻ USA എന്നിവർ ഈ സമ്മേളനത്തിലെ മുഖ്യ പ്രസംഗകരായിരിക്കും. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നതാണ് ഈ സമ്മേളനത്തിന്റെ ചിന്താവിഷയം. പതിവിൽ നിന്നും വ്യത്യസ്തമായി 3 ദിവസത്തെ സമ്മേളനവും ദൈവജനങ്ങളുടെ ഐക്യതയുടെയും കൂട്ടായ്മയുടെയും പ്രതീകമായി നടത്തുന്ന സംയുക്ത ആരാധനയുമാണ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ. യുവജനങ്ങളുടെ താലന്ത് പരിശോധനയ്ക്ക് പ്രത്യേകം പ്രാധാന്യം നൽകുന്നു. ആഫ്രിക്കയുടെ സുവിശേഷീകരണ ചരിത്രത്തിന് സമഗ്രമായ സംഭാവന നൽകിയ മിഷണറി വീരൻ ഡേവിഡ് ലിവിങ്സ്റ്റൺ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ ഭാരത സുവിശേഷീകരണത്തിനും ക്രൈസ്തവ സഭയ്ക്കും അതുല്യമായ സംഭാവന നൽകിയ അലക്സാണ്ടർ ഡഫ് തുടങ്ങി ലോക സുവിശേഷീകരണത്തിൽ ശ്രദ്ധേയമായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച നൂറുകണക്കിന് മിഷണറിമാരുടെ ജന്മസ്ഥലം കൂടിയാണ് സ്കോട്ട്ലൻഡ്. ലോകത്തിലെ സാമ്പത്തിക ഭൂപടത്തിൽ ഒരു ശ്രദ്ധേയമായ സ്ഥാനവും ഈ പ്രദേശത്തിനുണ്ട്. വിശുദ്ധിയുടെ പ്രമാണത്തിൽ ദൈവജനങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് സുവിശേഷീകരണത്തിനും യേശുക്രിസ്തുവിന്റെ വരവിനുമായി സഭയെ ഒരുക്കുന്നതിനു വേണ്ടിയാണ് ഈ സമ്മേളനം ലക്ഷ്യമിടുന്നത്. ഏപ്രിൽ 3 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് MPA പ്രസിഡന്റ് റവറൻ ഡോക്ടർ ജോ കുര്യൻ ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുന്ന ഈ സമ്മേളനം 5 ഞായറാഴ്ച നടക്കുന്ന സംയുക്ത ആരാധനയോടെ സമാപിക്കും. യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും സമീകൃതമായ ആത്മീക പോഷണം നൽകുവാൻ വെവ്വേറെ സെഷനുകൾ ക്രമീകരിച്ചിരിക്കുന്നു. കോൺഫറൻസിന്റെ വിജയകരമായ നടത്തിപ്പിനായി പ്രസിഡന്റ് റവറൻ ഡോക്ടർ ജോ കുര്യൻ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ബാബു സക്കറിയ, ജനറൽ സെക്രട്ടറി പാസ്റ്റർ G. സാമുവേൽ, ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ ഡോണി ഫിലിപ്പ്, ട്രഷറർ ബ്രദർ KT തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും കോർഡിനേറ്റർമാരും അടങ്ങിയ 16 അംഗ ടീം സജീവമായി പ്രവർത്തിക്കുന്നു. കൂടാതെ 5 അംഗ ട്രസ്റ്റീസും ഇതിന് ശക്തമായ പിൻബലവും ഉത്തേജനവും നൽകുന്നു. കോൺഫറൻസിന്റെ ലോക്കൽ കൺവീനറായി പാസ്റ്റർ ജോൺ സാമുവേലിനെ തിരഞ്ഞെടുത്തു. MPA വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ബാബു സക്രിയ, റീജിയണൽ കോർഡിനേറ്റർ പാസ്റ്റർ വർഗീസ് തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഈ കോൺഫറൻസിനു വേണ്ടിയുള്ള പ്രാദേശിക ക്രമീകരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. MPA പ്രയർ കോർഡിനേറ്റർ പാസ്റ്റർ ജെഫി ജോർജിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ ചെയിൻ പ്രയറുകളും ക്രമീകരിച്ചിരിക്കുന്നു. കൂടാതെ ഈ സമ്മേളനത്തിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാനുള്ള ടീമിനെ മ്യൂസിക് കോർഡിനേറ്റർ പാസ്റ്റർ സാം മാത്യുവിന്റെ നേതൃത്വത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ത്രിദിന സമ്മേളനത്തിൽ ഒരു വലിയ ആത്മീയ ഉണർവ് പ്രതീക്ഷിക്കുന്നതിനാൽ വിശ്വാസി സമൂഹം ഇപ്പോൾ തന്നെ ഗ്ലാസ്ഗോയിൽ താമസ ക്രമീകരണങ്ങൾ ബുക്ക് ചെയ്ത് ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ മഹാസമ്മേളനം വിജയകരമാക്കുവാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും ആത്മാർത്ഥമായ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് MPAയ്ക്ക് വേണ്ടി മീഡിയ കോർഡിനേറ്റർ പാസ്റ്റർ റോയ്സ് ചാക്കോ വർഗീസ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, നൈജീരിയയിൽ കെയ്നോ എന്ന സ്ഥലത്ത് സൂയിസൈഡ് ബോംബിൽ ഏകദേശം 120 ആളുകൾ കൊല്ലപ്പെട്ടതായും 270 പേർക്ക് പരിക്കേറ്റതായും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സൂയിസൈഡ് ബോംബ് ചെയ്തത് 2 വ്യക്തികളാണെന്ന് പറയുന്നുവെങ്കിലും അത് ആണാണോ പെണ്ണാണോ എന്ന് അവർക്ക് അറിയുകയില്ല. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ അനുസരിച്ച് അവരുടെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന ആരംഭിച്ചതിന് ശേഷം അല്പസമയത്തിന് ശേഷമാണ് ബോംബുകൾ പൊട്ടിത്തെറിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിശദ വിവരങ്ങൾ അറിയുന്നതനുസരിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വവർഗ വിവാഹത്തിനെതിരെയുള്ള നിലനിൽപ്പിൽ നിന്നും സഭ ഒട്ടും പിന്നോക്കം പോകരുതെന്ന് പാസ്റ്റർ റിക് വാറൻ. വധശിക്ഷ പട്ടികയിലുള്ള പാകിസ്ഥാനി ക്രിസ്തീയ യുവതി അസിയ ബിബി രാജ്യത്തെ പരമോന്നത കോടതിയിൽ നിവേദനം സമർപ്പിച്ചു. ക്രൈസ്തവ സഭകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സംഘപരിവാറിന്റെ പുതിയ ആവശ്യങ്ങൾ. അമേരിക്ക ഈ വാരം താങ്ക്സ് ഗിവിംഗ് ആഘോഷിച്ചു. മുൻസിഫ് കോടതിയിലെ വിധി പുനഃപരിശോധനയ്ക്ക് അപ്പീൽ നൽകില്ലെന്ന് പാസ്റ്റർ KC ജോൺ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി.